ഞാൻ ഈ ദിവസം ഏത് കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് അന്ത്യോക്യയിലെ സഭയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയണമെന്നാണ്. ഞാൻ ശിവബ്രദറിനോട് പറഞ്ഞായിരുന്നു, ചിലപ്പോൾ എനിക്ക് ഈ 45 മിനിറ്റ്സ് കൊണ്ട് അത് പറഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരു ദിവസം ഞാൻ അതിൻ്റെ ബാക്കി പറയാം എന്നാണ് ചിന്തിക്കുന്നത്. നോക്കാം, തീരുന്നെങ്കിൽ തീരട്ടെ, ഇല്ലെങ്കിൽ അനദർ ഡേ മിക്കവാറും അത് ഓടിച്ചു പറയുന്നതിനേക്കാൾ വിശദമായി നമ്മൾ ദൈവവചനത്തിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി വന്നാൽ പിന്നൊരു ആഴ്ച നമുക്ക് എപ്പോഴെങ്കിലും ഇതിൻ്റെ ബാക്കിയും കൂടെ പറയാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. ഈ അന്ത്യോക്യയിലെ സഭ, വേദപുസ്തകത്തിൽ അന്ത്യോക്യയിലെ സഭയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികളിലാണ് നമ്മൾ കാണുന്നത്. അതിനകത്ത് നിന്ന് മാത്രമാണ് ഞാനും കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് തന്നെയല്ല, ഈ സഭ ഒരു മാതൃകാ സഭ എന്ന നിലയിൽ നമുക്ക് കാണുവാൻ കഴിയും. പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, ഈ സഭകൾ ആത്മീയതയിൽ നിന്ന് വ്യതിചലിക്കുന്ന ഈ കാലയളവിൽ പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു മാതൃകാ സഭയെ നമുക്ക് എവിടെ കണ്ടെത്താൻ പറ്റും? ഇവിടെ കണ്ടെത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഒരു പെർഫെക്റ്റ് ചർച്ച് നമുക്കിവിടെ കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. ഇനി വേദപുസ്തകത്തിൽ തന്നെയാണെങ്കിലും പെർഫെക്റ്റ് ചർച്ച് എന്ന് പറഞ്ഞ ഒരു ചർച്ച് നമുക്ക് കാണാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ പ്രധാനമായും കാണുന്ന ഒരു സഭ യെരുശലേമിലെ സഭയാണ്. പിന്നെ അന്ത്യോക്യയിലെ സഭ, ഏഷ്യ മൈനറിലെ സഭകളെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്ക് ദൂതെഴുതുമ്പോൾ അതിനകത്ത് 5 സഭകളോടും കർത്താവ് തന്നെ മാനസാന്തരപ്പെടുക എന്ന സന്ദേശം കൊടുത്താണ് അവരോടുള്ള ദൂത് നിർത്തുന്നത്. ഇതിൻ്റെ അർത്ഥം ആ സഭകൾ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ചർച്ച് എന്ന നിലയിലേക്ക് നമുക്ക് കാണാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഞാനൊരു പെർഫെക്റ്റ് ചർച്ച് എന്ന നിലയിലല്ല, പ്രത്യുത ഒരു മാതൃകാ സഭ എന്ന നിലയിൽ നമ്മൾ പറഞ്ഞാൽ ശരിക്കും മാതൃകാ സഭകൾ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഈ കാലയളവിലും ഉണ്ട്, മാതൃകാ സഭകൾ ധാരാളമുണ്ട്. യേശുവിൻ്റെ 12 ശിഷ്യന്മാര് നിയന്ത്രിച്ച സഭയാണ് യെരുശലേമിലെ സഭ എന്നുള്ളത് നമുക്കറിയാം. യേശുവിൻ്റെ 12 ശിഷ്യന്മാർ, യൂദാസ് പോയി, ബാക്കിയുള്ള 11 പേര് ആ ശിഷ്യന്മാരുടെ പരിചരണത്തിന് കീഴിൽ കഴിഞ്ഞ സഭയാണ് യെരുശലേമിലെ സഭ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയാം. എന്നാൽ അതുകൊണ്ട് തന്നെ ആ യെരുശലേമിലെ സഭയെ നമ്മൾ പലപ്പോഴും ഒരു മാതൃകാ സഭയായിട്ട് കാണിക്കുന്നുണ്ട്. അതിനകത്ത് തെറ്റൊന്നുമില്ല. പെർഫെക്റ്റ് ചർച്ച് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാര്യം ഒരു പ്രതിസന്ധിയും ഇല്ലാത്ത ഒരു സഭ എന്ന നിലയിൽ നമുക്കത് കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ യെരുശലേമിലെ സഭയിലും വിശ്വാസികളെല്ലാവരും പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ തന്നെ 6-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത്, ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. അപ്പോൾ യെരുശലേമിലെ സഭയിലും എബ്രായ വിശ്വാസികളും യവന വിശ്വാസികളും തമ്മിൽ ചില പിറുപിറുപ്പുകളും മറ്റും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ സഭയെ നയിച്ചിരുന്ന അപ്പോസ്തലന്മാര് വളരെ ആത്മീയമായി ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു പിറുപിറുപ്പൊക്കെ അവിടെ ഉണ്ടായെങ്കിലും അത് തുടർന്നു പോവുകയോ ഒന്നും ഉണ്ടായില്ല. പ്രത്യുത അതിനൊരു ആത്മീയമായ ഒരു സൊല്യൂഷൻ നമ്മളവിടെ കാണുന്നുണ്ട്. ഈ ശിഷ്യന്മാര് ഇതിനകത്ത് കയറി ഇടപെട്ടുമില്ല. എന്നാൽ ആ ശിഷ്യന്മാര് നമുക്കറിയാവുന്നത് പോലെ
പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ അവർ പറഞ്ഞു, പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുവിൻ, അവരെ ഈ വേലയ്ക്ക് ആക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, അവര് പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരുന്നത് കൊണ്ടാണ് ഇതുപോലൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ആത്മീയമായി അതിനെ കൈകാര്യം ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞത്. അല്ലെങ്കിൽ അങ്ങനെ കഴിയുമായിരുന്നില്ല. അപ്പോൾ പ്രതിസന്ധികൾ ഏത് സഭകളിലും ഉണ്ടാകാം. പക്ഷെ അതിനെ സ്പിരിച്വലായിട്ട് നേരിടണമെങ്കിൽ ഒരു സ്പിരിച്വൽ ലീഡർഷിപ്പ് നമുക്ക് അത്യാവശ്യമുണ്ട് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. എന്നാൽ വളരെ ആത്മീയമായിട്ട് ആ സഭ മുന്നോട്ട് പോയി എന്ന് നമുക്കറിയാം. അതൊരു പെർഫെക്റ്റ് ചർച്ച് എന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ശരിക്കും യെരുശലേമിലെ സഭ ഒരു മാതൃകാ സഭ എന്ന് തന്നെ പറയാൻ കഴിയും. കാര്യം മാതൃകാ സഭ ആയതുകൊണ്ടാണല്ലോ അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മ നിറവിൽ ആ കാര്യങ്ങളെ വളരെ പെർഫെക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്തത്. യേശുവിന്റെ നേരിട്ടുള്ള ശിഷ്യന്മാരായിരുന്നു യെരുശലേമിലെ സഭയുടെ ശുശ്രൂഷകർ എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ യേശുവിന്റെ നേരിട്ടുള്ള ശിഷ്യന്മാരല്ലാതെ അവരുടെ ശിഷ്യന്മാരിലൂടെ വളർന്ന സഭകളിൽ നമുക്കൊരു മാതൃകാ സഭയെ കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അപ്രകാരം ഒരു സഭയെ അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതാണ് അന്ത്യോക്യയിലെ സഭ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അന്ത്യോക്യയിലെ സഭ ഈ പറഞ്ഞതുപോലെ ഒരു മാതൃകാ സഭയായിരുന്നു എന്ന് നമുക്ക് അറിയാം. അപ്പൊ അവരുടെ സഭയുടെ പ്രത്യേകതകൾ പഠിച്ച് നമുക്കും എങ്ങനെ നമ്മുടെ സഭകളെ മാതൃകാ സഭകളാക്കാം എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ഒരു പഠനമാണ് നമുക്ക് ശരിക്കും ആവശ്യമായിരിക്കുന്നത്. അന്ത്യോക്യയിലെ സഭ ഒരു മാതൃകാ സഭയായിരുന്നു. അന്ത്യോക്യ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമത് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നത് അവർ ഒരു സംവത്സരം മുഴുവൻ സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് ഉണ്ടായി. ക്രിസ്ത്യാനികൾ എന്ന പേര് അന്ത്യോക്യയിൽ വെച്ചാണ് ശിഷ്യന്മാർക്ക് ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. അതിനുമുമ്പ് ക്രിസ്ത്യാനികൾ എന്ന പേര് ഒരു കോമൺ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പേര് അല്ല. അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് ഉണ്ടായി. യെരുശലേമിൽ ക്രിസ്ത്യാനികൾ അറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ അവർ തങ്ങളെ തന്നെ വിളിച്ചിരുന്നത് ശിഷ്യന്മാരെന്നാണ്. ശിഷ്യന്മാർ, അല്ലാതെ ക്രിസ്ത്യാനികൾ എന്ന പേര് അന്ന് അവരെ തന്നെയോ മറ്റുള്ളവരവരെയോ വിളിച്ചിരുന്നില്ല. പൊതുവെ അറിയപ്പെട്ടിരുന്നത് ശിഷ്യന്മാര് എന്നുള്ള, അവരെ തന്നെ വിളിച്ചിരുന്നതും ശിഷ്യന്മാർ എന്ന അർത്ഥത്തിലാണ്. ഇപ്പൊ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം തന്നെ 6-ാം അധ്യായം, ഞാൻ ചില വാക്യങ്ങൾ വായിക്കാം, വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു പോകുകയാണ്. 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ, ശിഷ്യന്മാരെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ശുശ്രൂഷകന്മാരെന്നുള്ള അർത്ഥത്തിലല്ല, പ്രത്യുത വിശ്വാസികൾ എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിശ്വാസികൾ എന്ന അർത്ഥത്തിലാണ് ശിഷ്യന്മാരെന്നുള്ള പേര് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ മേലെ പിറുപിറുത്തു. അപ്പൊ വിശ്വാസികളെ വിളിച്ചിരുന്ന പേര് ശിഷ്യന്മാർ എന്നാണ്. 2-ാമത്തെ വാക്യത്തിൽ പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി. അവിടെയും സഭയെ മൊത്തമായിട്ട് വിളിച്ചു വരുത്തുമ്പോൾ, സഭയിലെ വിശ്വാസികളെ മൊത്തമായിട്ട് വിളിച്ചു വരുത്തുമ്പോൾ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി എന്നാണ്. ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി. 7-ാമത്തെ വാക്യത്തിലും അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം,
ദൈവവചനം പരന്നു. യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. അപ്പോൾ ശിഷ്യന്മാർ എന്നുള്ള പേര് ഒരു കോമൺ പേരായിട്ട് വരുന്നതായിട്ടാണ് വിശ്വാസികൾക്ക് അവിടെ ഉപയോഗിച്ചിരുന്ന പേരാണ് ശിഷ്യന്മാർ എന്നുള്ള പേര്. പിന്നീടാണെങ്കിലും പല വാക്യങ്ങളുണ്ട്. ഞാൻ വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ തന്നെ 9-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട്. ശിഷ്യന്മാരുടെ നേരെ, അവിടെയും വിശ്വാസികളുടെ നേരെ എന്നുള്ള ഒരർത്ഥമാണ്, അല്ലാതെ ശുശ്രൂഷകർ എന്നുള്ള ഒരർത്ഥം മാത്രം അവിടെ വരുന്നില്ല. അതേ അധ്യായത്തിൽ തന്നെ നമ്മൾ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. ശിഷ്യൻ, അദ്ദേഹം വലിയൊരു ശുശ്രൂഷകനായിരുന്നു എന്നൊന്നും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തോട് ദൈവം ഇടപെട്ടു, അദ്ദേഹത്തിന് ദൈവം ദർശനം നൽകി, അതൊക്കെ ശരിയാണ്. പക്ഷെ അനന്യാസ് എന്നൊരു ശിഷ്യൻ, ഒരു വിശ്വാസി എന്ന അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതായ കാര്യം. 9-ാം അധ്യായത്തിന്റെ തന്നെ 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ശൗൽ വിശ്വാസി ആയതിനു ശേഷം നമ്മൾ അവിടെ കാണുന്നത് ശൗലെ സുവിശേഷം അറിയിച്ച് ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. അവരൊരു കൂട്ടുകെട്ടുണ്ടായി കഴിഞ്ഞപ്പോൾ, അവർക്കെതിരെ കൂട്ടുകെട്ടുണ്ടായപ്പോൾ, എന്നാൽ അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ അവനൊരു കൊട്ടയിലാക്കി മതിൽ വഴിയായി ഇറക്കി വിട്ടു. 26-ാമത്തെ വാക്യത്തിൽ അവൻ യെരൂശലേമിലെത്തിയാണ് ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശിഷ്യൻ, ശിഷ്യൻ എന്നുള്ള വാക്കാണ്. സ്ത്രീകൾക്ക് ഉപയോഗിച്ചിരുന്ന വാക്ക് അത് തന്നെയാണ്. 9-ാം അധ്യായത്തിന്റെ തന്നെ നമ്മൾ 36-ാമത്തെ വാക്യത്തിൽ യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്ന പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അപ്പോൾ വിശ്വാസികളായ സഹോദരിമാരെയും ഉപയോഗിച്ചിരുന്ന വാക്ക് ഡിസൈപ്പിൾ എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ അവരെ തന്നെ അവരെക്കുറിച്ച് മറ്റുള്ളവര്, അതായത് യഹൂദന്മാരായ ആളുകൾ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം, അവരെ വിളിച്ചിരുന്ന പേരെന്ന് പറയുന്നത് മാർഗക്കാരെന്നാണ്. മാർഗക്കാര്, പീപ്പിൾ ഓഫ് ദ വേ. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. പീപ്പിൾ ഓഫ് ദ വേ എന്നാണ് പറയുന്നത്. ദ വേ, ഈ മാർഗക്കാർ അഥവാ പീപ്പിൾ ഓഫ് ദ വേ. കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. അപ്പോൾ യേശുവിന്റെ പിന്നാലെ പോകുന്നവരെ അവർ വിളിച്ചിരുന്നത് പീപ്പിൾ ഓഫ് ദ വേ എന്നാണ്. അവർ തന്നെ അവരെ വിളിച്ചിരുന്നത് ശിഷ്യന്മാർ എന്നാണെങ്കിൽ, മറ്റുള്ളവർ പലപ്പോഴും അവരെ വിളിച്ചിരുന്നത് മാർഗക്കാർ എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. എന്നാൽ നമ്മൾ 11-ാം അധ്യായത്തിൽ കണ്ടതുപോലെ ഒടുവില് അതിൻ്റെ 26-ാം വാക്യം നമ്മൾ വായിച്ചല്ലോ, അവര് ഒരു സംവത്സരം മുഴുവൻ സഭായോഗങ്ങൾ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ശിഷ്യന്മാർക്ക്, ശുശ്രൂഷകന്മാർക്ക് എന്നുള്ള അർത്ഥത്തിലല്ല, ശിഷ്യന്മാർ, അതായത് വിശ്വാസികൾക്ക് അവിടെ തൊട്ട് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. ശിഷ്യനാണ് ക്രിസ്ത്യാനി, അഥവാ ക്രിസ്ത്യാനിയായി കുറച്ച് കഴിഞ്ഞിട്ട് ശിഷ്യനാവുകയല്ല. ശിഷ്യന്റെ പേര് തന്നെയാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ ശിഷ്യനായിരിക്കണം. അപ്പൊ അന്ന് ശിഷ്യനായി കുറച്ച് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ പറയുമല്ലോ, ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു കാര്യമുണ്ട്, പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഞാനങ്ങനെ വലിയ ശിഷ്യനൊന്നും ആകാൻ ഒക്കെ ഇച്ചിരി സമയം എടുക്കും, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഒരു വിശ്വാസിയായിട്ട് അങ്ങ് ജീവിച്ചോളാം, കുറച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു ശിഷ്യനായിക്കോളാം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെ ഒരിക്കലും പറയാൻ കഴിയില്ല. കാര്യം
ഇതിനെ വേർതിരിച്ച് കാണുന്ന ഒരു അവസ്ഥ ശരിക്കും നമുക്ക് പറയാൻ കഴിയില്ല, അങ്ങനെയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇനി നമുക്ക് പെട്ടെന്ന് ഈ അന്ത്യോക്യയിലെ സുവിശേഷം എത്തുന്ന, അന്ത്യോക്യയിൽ വെച്ചാണല്ലോ, അന്ത്യോക്യയിലെ സഭയെക്കുറിച്ചാണ് പറയുന്നത്. അന്ത്യോക്യയിൽ സുവിശേഷം എത്തുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് പഠിച്ചു നോക്കാം. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് സുവിശേഷം അറിയിക്കാൻ അഥവാ സാക്ഷികളാകുമെന്ന് അപ്പോസ്തലപ്രവൃത്തി 1:8 നമ്മൾ പറയുന്ന യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും ശമരിയയിലും, യഹൂദ്യയിൽ എല്ലായിടവും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്നാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. അവിടെ തീർച്ചയായും യെരുശലേമിൽ, യഹൂദിയിൽ എല്ലായിടവും, ശമരിയയിൽ, ഭൂമിയുടെ അറ്റത്തോളവും. എന്നാൽ നമ്മൾ കാണുന്നത് ഈ ഭൂമിയുടെ അറ്റത്തോളം ഒന്നും പോയി സുവിശേഷം പറയാനോ എന്ന് തന്നെയല്ല, ശമരിയയിലേക്ക് പോലും പോയി സുവിശേഷം പറയാൻ ശരിക്കും ഈ ആദ്യത്തെ ക്രിസ്ത്യാനികൾ അത്ര താല്പര്യം എടുത്തില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പെന്തിക്കോസ്ത് നാളിലാണ് നമ്മൾ സഭ തുടങ്ങുന്നത് നമ്മൾ കാണുന്നത്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ അത് കാണുന്നുണ്ട്. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. എന്നാൽ അവര് എങ്ങനെയുള്ളവരായിരുന്നു എന്ന് ചോദിച്ചാൽ അവര് യഹൂദന്മാരായ ആളുകളായിരുന്നു, ഭക്തിയുള്ള പുരുഷന്മാരായിരുന്നു. 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു ശിഷ്യന്മാരും 120 പേരും സുവിശേഷം അറിയിക്കുന്നുണ്ട്. പെന്തിക്കോസ്ത് നാളിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവര് സുവിശേഷം അറിയിക്കുന്നുണ്ട്. അവരാരോടാണ് സുവിശേഷം അറിയിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ, അന്ന് ആകാശത്തിന് കീഴുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ പെന്തിക്കോസ്ത് നാളിൽ അവര് അന്യഭാഷകളിൽ സംസാരിക്കുന്ന ആ വലിയ ശബ്ദമൊക്കെ കേട്ട്, കൊടിയ കാറ്റടിക്കുന്ന മുഴക്കമൊക്കെ കേട്ട് എല്ലാവരും ഓടിക്കൂടി. പക്ഷെ ഓടിക്കൂടിയവരാരാണെന്ന് ചോദിച്ചാൽ യെരുശലേമിൽ വന്ന്, സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരാണ്. അങ്ങനെ യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാര് ഓടിക്കൂടിയപ്പോൾ പെന്തിക്കോസ്ത് നാളിൽ പത്രോസ് അവരോട് സുവിശേഷം അറിയിച്ചു. നമുക്കറിയാവുന്നതുപോലെ അന്ന് 3000 പേര് സ്നാനമേറ്റു. പക്ഷെ ഈ 3000 പേര് യഹൂദ മതാനുസാരികളായ ആളുകളായിരുന്നു. അവര് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണെന്നുള്ളത് ശരിയാണെങ്കിലും അടിസ്ഥാനപരമായി അവര് യഹൂദന്മാരായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പെന്തിക്കോസ്ത് നാളിൽ മാത്രമല്ല, പിന്നീട് പത്രോസ് പ്രസംഗിക്കുന്നത് ഇസ്രായേൽ പുരുഷന്മാരോടാണ്. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, നിങ്ങൾ ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? നമുക്കറിയാവുന്നതുപോലെ അവിടെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന ആ മനുഷ്യൻ, മുടന്തനായ മനുഷ്യൻ, ആ മനുഷ്യനെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ അതിങ്കൽ ആശ്ചര്യപ്പെട്ടു വന്ന വ്യക്തികളോട് സംസാരിക്കുമ്പോഴും പറയുന്നത് ഇസ്രായേൽ പുരുഷന്മാരെ എന്നാണ്. അതിന്റെ അർത്ഥം പെന്തിക്കോസ്ത് നാളിൽ മാത്രമല്ല, പിന്നീടും അവര് സുവിശേഷം അറിയിച്ചത് യഹൂദന്മാരോടാണ് പ്രധാനമായി. യെരുശലേമിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ഒരു പതിവ് അവർക്ക് ഇല്ലായിരുന്നു. അവര് യെരുശലേമിലാണ് സുവിശേഷത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെയും ദൈവവചനം പരന്നു, യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി, പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായിത്തീർന്നു. അപ്പോൾ വിജാതീയരായ ആളുകളോട്, അല്ലെങ്കിൽ യെരുശലേമിന് പുറത്തുള്ള ആളുകളോട് അവരങ്ങനെ സുവിശേഷം അറിയിക്കുന്ന
അത് നമ്മൾ അങ്ങനെ കാണുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് അന്ത്യോക്യയിലേക്ക് സുവിശേഷം പരക്കാനൊന്നും ആ അപ്പോസ്തോലന്മാരുടെ ആദ്യ പ്രവർത്തനങ്ങളുടെ കാലയളവിൽ അന്ത്യോക്യയിലേക്കോ മറ്റോ സുവിശേഷ പ്രചരണം അന്ത്യോക്യയിൽ എന്നല്ല, യഹൂദ്യ നാട് വിട്ട് പുറത്തോട്ട് ശരിക്കും സുവിശേഷം പ്രചരിക്കുന്നത് നമ്മൾ ശരിയായ നിലയിൽ കാണുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനുശേഷമാണ്, അതും യെരുശലേമിൽ നടന്ന കാര്യമാണ്, സ്തെഫാനോസിന്റെ മാറ്റുലം, രക്തസാക്ഷിത്വം. നമുക്ക് സംഭവം അറിയാവുന്നത് കൊണ്ട് ഞാൻ വിശദമാക്കുന്നില്ല. സ്തെഫാനോസിന്റെ രക്തസാക്ഷിത്വം നടന്നു കഴിഞ്ഞപ്പോൾ 6-7 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. യെരുശലേമിലെ സഭയ്ക്ക് അപ്പോസ്തോലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. ആദ്യമായിട്ടാണ് യഹൂദ്യയ്ക്ക് അപ്പുറത്ത്, യെരുശലേമിലായിരുന്നു ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. മാക്സിമം യഹൂദന്മാരായ ആളുകളോട് മാത്രമാണ് അവർ സുവിശേഷം അറിയിച്ചിരുന്നത്. അതിനുശേഷം ശമരിയയിലേക്ക് അവര് ചിതറിപ്പോയി എന്ന് നമ്മൾ കാണുന്നുണ്ട്. ചിതറിപ്പോയവർ അവിടെ സുവിശേഷം പ്രസംഗിച്ചു എന്നാണ് 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ആണ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് സുവിശേഷം അറിയിക്കുന്നത്. എന്നാൽ അപ്പോഴും യഹൂദന്മാരെ തെരഞ്ഞു വിളിച്ച് സുവിശേഷം പറയുന്ന ഒരു പതിവായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായത്തിലും ഇടയ്ക്കിടയ്ക്ക് വാക്യങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ കിടക്കുന്ന വാക്യങ്ങളാണ്. അതുകൊണ്ടാണ് അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത്, സ്തെഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നിക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അപ്പൊ അവര് ചിതറിപ്പോയവരിൽ ചിലര് അന്ത്യോക്യ വരെ വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അപ്പോഴും അവര് തെരഞ്ഞു പിടിച്ച് ആരോട് സുവിശേഷം അറിയിച്ചു? യഹൂദന്മാരായ ആളുകളോട് സുവിശേഷം അറിയിക്കുന്നതായ ഒരു പതിവാണ്. അവരിൽ ചിലർ കുപ്രോസ് ദ്വീപുകാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അവിടെയാണ് അവര് യവനന്മാരോട് സുവിശേഷം അറിയിക്കുന്നത്. ഇത് യവനന്മാര് എന്ന് പറയുമ്പോൾ യവന ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരാണോ എന്ന് നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം. യവന ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാർ ധാരാളമുണ്ട്. അവരോടാണോ എന്നുള്ളതും നമുക്ക് അറിയില്ല. എന്നാൽ അവർ പൊതുവെ പ്രസംഗിച്ചത് യഹൂദന്മാരോടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ, ഇത് 11-ാം അധ്യായത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത്, എങ്കിലും 10-ാം അധ്യായത്തിൽ നടക്കുന്ന ഒരു കാര്യത്തിന് മുമ്പ് നടക്കുന്ന കാര്യമാണ് 11-ാം അധ്യായത്തിൽ ഞാൻ ഈ വായിച്ച ഭാഗം. 10-ാം അധ്യായത്തിൽ നമ്മൾ കൈസരിയയിലെ ഇത്താലിക എന്ന പട്ടാളത്തിൽ, അതായത് കൈസരിയ എന്ന് പറയുന്ന സ്ഥലത്ത് കൊർന്നല്യോസ് എന്ന ശതാധിപൻ, അയാള് യഹൂദനല്ല, പുറത്തുള്ള ആളാണ്. ആ ശതാധിപന്റെ ഭവനത്തിൽ പത്രോസ് ചെന്ന് സുവിശേഷം അറിയിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ ആദ്യമായിട്ട് അപ്പോസ്തോലന്മാരിൽ ഒരാള് വിജാതീയരായ ആളുകളോട് സുവിശേഷം പറയുന്നതിന് താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഇടപെട്ടത് കൊണ്ടാ, ദൈവം ഇടപെട്ടത് കൊണ്ടാ. അല്ലെങ്കിൽ ഒരു പക്ഷേ പത്രോസിന് അത്രയും വലിയ താല്പര്യം ഇല്ലായിരുന്നു എന്നാണ്. ഞാൻ ആ ഭാഗം ഒന്നും കൃത്യമായിട്ട് വായിക്കുന്നില്ല. എന്നാലും നമുക്ക് അറിയാമല്ലോ, വലിയൊരു ദർശനം പത്രോസിന് ദൈവം കൊടുത്തു. ആ ദർശനം എന്താണ്? വിജാതീയരോട് സുവിശേഷം അറിയിക്കുവാൻ അവനെ പ്രേരിപ്പിക്കുന്ന നിലയിൽ ദൈവം ശുദ്ധിയുള്ളത് എന്ന് പറയുന്നത്, ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് കരുതരുത് എന്ന് പറഞ്ഞ് അതിനുശേഷമാണ്, ദൈവത്തിൽ നിന്ന് ഉള്ള ആലോചന കൊണ്ടാണ് വിജാതീയരായ ആളുകളോട് സുവിശേഷം പറയാനായിട്ട് പത്രോസ് തയ്യാറാകുന്നത്. അങ്ങനെ പത്രോസ് കൊർന്നല്യോസിന്റെ ഭവനത്തിലെ വിജാതീയരായ ആളുകളോട് സുവിശേഷം
പ്രസംഗിച്ചപ്പോൾ സംഭവിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവര് വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവവചനം കേട്ടവരുടെ മേൽ, അപ്പോസ്തലർ പ്രവൃത്തി 10-ാം അധ്യായം 44-ാം വാക്യത്തിൽ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. നോക്കുക, അങ്ങനെയാണ് ആദ്യമായിട്ട് യഹൂദന്മാരല്ലാത്ത ആളുകളിൽ നിന്ന് അവരോട് സുവിശേഷം അറിയിച്ച്, കാര്യം അത് ദൈവം ചെയ്തൊരു പ്രവൃത്തിയാണ്. അവരെ സ്നാനപ്പെടുന്നതിന് മുമ്പേ തന്നെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അങ്ങനെ ദൈവം പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകിയത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവർക്ക് സ്നാനം കൊടുക്കാതിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ശരിക്കും പത്രോസിനും കൂടെയുള്ള സഹോദരങ്ങൾക്ക് ഉണ്ടായി എന്നാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ജാതികളും സുവിശേഷം അറിയാൻ ഇടയായി കഴിഞ്ഞപ്പോൾ 11-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ ജാതികളും ദൈവവചനം കൈക്കൊണ്ടു എന്ന് അപ്പോസ്തലന്മാരും യഹൂദ്യയിലുള്ള സഹോദരന്മാരും കേട്ടു. അതിനുശേഷം പത്രോസും അവരുമായിട്ടൊക്കെ ഒരു വാദമൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ പത്രോസ് വളരെ കൃത്യമായിട്ട് ദൈവം തന്നോട് എങ്ങനെ ഇടപെട്ടു എന്നുള്ളതിനെ കുറിച്ച് പറയുകയും, അങ്ങനെ ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. അങ്ങനെയായാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെ അവരാദ്യമായിട്ട്, യെരുശലേമിലെ സഭ ആദ്യമായിട്ട് വിജാതീയരുടെ മാനസാന്തരത്തെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. വിജാതീയരുടെ മാനസാന്തരത്തെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു, യെരുശലേമിലെ സഭ. അങ്ങനെ വിജാതീയ സഭ അക്സെപ്റ്റ് ചെയ്ത ആ കാലയളവിൽ നമ്മൾ കാണുന്നത് അന്ത്യോക്യയിൽ സുവിശേഷം എത്തുന്ന ഭാഗം 11-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ വായിച്ച വേദഭാഗമാണല്ലോ. 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, സ്തെഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവായി ചിതറിപ്പോയവർ യഹൂദന്മാരോട് അല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നിക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ സ്ഥലത്തൊക്കെ സഞ്ചരിച്ചു. അവരിൽ ചിലർ കുപ്രോസ്കാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു ടോളറൻസ് ഉണ്ടായി. അതായത് വിജാതീയരായ ആളുകളോടും സുവിശേഷം അറിയിക്കാൻ കഴിയും എന്ന് ക്രിസ്തീയ ശുശ്രൂഷകന്മാർ, പ്രത്യേകിച്ച് അപ്പോസ്തലന്മാരൊക്കെ അതിനെ ഏകദേശം അക്സെപ്റ്റ് ചെയ്തു. എല്ലാവരും മൊത്തമായിട്ട് അക്സെപ്റ്റ് ചെയ്തെന്നല്ല, ഏകദേശം അക്സെപ്റ്റ് ചെയ്തു എന്നാണ് നമ്മൾ കാണുന്നത്. എങ്കിലും പ്രധാനമായും അത് യഹൂദ സഭ എന്ന നിലയിലാണ് മുന്നോട്ട് പോയത്. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിനോട് ചേർന്നു. അങ്ങനെ അന്ത്യോക്യയിൽ വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു എന്നറിഞ്ഞപ്പോൾ 22-ാമത്തെ വാക്യത്തിൽ അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിൽ എത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. അപ്പോൾ ബർന്നബാസ് അന്ത്യോക്യയിൽ വരുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത്. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. കാര്യം യെരുശലേമിനും യഹൂദ്യയ്ക്കും പുറത്ത് ഒരു വിജാതീയ പട്ടണത്തിൽ ഇത്രയും ആളുകൾ കർത്താവിനെ അക്സെപ്റ്റ് ചെയ്ത് വന്നു എന്ന് പറയുന്നത് അവർക്കൊരു വലിയൊരു തിരിച്ചറിവായിരുന്നു. അങ്ങനെ അവർ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. ബർന്നബാസ് ഒരു നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. വളരെ പുരുഷന്മാരും കർത്താവിനോട് ചേർന്നു. ബർന്നബാസ് വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ ആളുകൾ കർത്താവിലേക്ക് ചേർന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഈ ബർന്നബാസ് പ്രബോധനപുത്രനാണ് എന്ന് തന്നെയല്ല, ഈ ബർന്നബാസ് മറ്റുള്ളവരെയൊക്കെ ഒത്തിരി സഹായിക്കുന്ന, അല്ലെങ്കിൽ
അവനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 25-ാമത്തെ വാക്യത്തിൽ അവൻ ശൗലിനെ തിരവാൻ തർസോസിലേക്ക് പോയി അവനെ കണ്ടെത്തിയാണ് അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പം ബർന്നബാസ് വന്നു, ശൗൽ അഥവാ പിന്നെ നമ്മൾ പൗലോസ് എന്ന് പറയുന്ന ശൗല് വന്നു. ഇവരെല്ലാം അന്ത്യോക്യയിൽ വരികയാണ്. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങൾ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. അവിടെ വെച്ചാണ് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് ലഭിക്കുന്നത്. എന്ന് തന്നെയല്ല, അപ്പൊ ശൗല് വന്നു, ബർന്നബാസ് വന്നു, ശൗല് വന്നു, യെരുശലേമിൽ നിന്ന് ചില പ്രവാചകന്മാരും അന്ത്യോക്യയിൽ വന്നെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ആ കാലത്ത് യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ അഗാബോസ് എന്ന പേരുള്ള ഒരുവനുണ്ടായിരുന്നു. ലോകത്തിലൊക്കെ ഒരു മഹാക്ഷാമം ഉണ്ടാകുമെന്ന് ആത്മാവിൽ പ്രവചിച്ചു. അത് ക്ലൗദ്യോസിന്റെ കാലഘട്ടത്ത് സംഭവിച്ചു. നോക്കുക, ഇവിടെ നമ്മൾ കാണുന്നത് ഈ അന്ത്യോക്യ സഭയിൽ ഉണ്ടായ ഒരു പ്രവചനമാണ്. അഗാബോസ് പ്രവചിച്ചു ക്ഷാമം ഉണ്ടാകാൻ പോകുന്നു. ആ ക്ഷാമം ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത് യെരുശലേമിലെ സഭയാണ്. യെരുശലേമിലെ സഭയിൽ അവർ ദുരിതം അനുഭവിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ, അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ഈ അന്ത്യോക്യ സഭ മാതൃകാ സഭയാകുന്നു എന്ന് ഞാൻ പറയുന്നത് കഷ്ടം അനുഭവിക്കുന്നവരെ സഹായിക്കാനായിട്ട് അവർ തയ്യാറാകുന്നുണ്ട്. 29-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ യഹൂദിയയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. അവർ അത് നടത്തി ബർന്നബാസിന്റെയും ശൗലിന്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു. നോക്കുക, നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അന്ത്യോക്യ സഭ വിശ്വാസത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. പുതിയ വിശ്വാസികളാണ് എല്ലാവരും. പക്ഷേ ആ സമയം മുതൽ അവർ ദുരന്തം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്നവരെ കുറിച്ചുള്ള ഒരു വലിയ കൺസേൺ ആ സഭയ്ക്ക് ഉണ്ടായിരുന്നു. ആ കൺസേൺ യെരുശലേമിലെ സഭയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യെരുശലേമിലെ സഭയെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. യെരുശലേമിലെ സഭ അവരുടെ ഇടയിൽ ഉള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ എല്ലാം സഹായിക്കുവാൻ തയ്യാറായിരുന്നു എന്നാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ സഭ ഉണ്ടായ സമയത്ത് തന്നെ നമ്മൾ ആദ്യം തന്നെ കാണുന്ന ഒരു കാര്യം. 2-ാം അധ്യായത്തിന്റെ 44 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു, സകലതും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും. നോക്കുക, അവിടെ എഴുതിയിരിക്കുന്നത് സകലതും പൊതുവക എന്ന് എണ്ണുകയും. അപ്പൊ യെരുശലേമിലെ സഭയിൽ പാവങ്ങളുണ്ട്, ധനികരുണ്ട്. പക്ഷെ ധനവാനൊന്നും ഇതെന്റെയാണ് എന്ന് പറഞ്ഞ് ധനികരായ ആളുകൾ അത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ പരിശ്രമിക്കുന്നില്ല. അതെല്ലാവർക്കുമായി പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു പതിവ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് തന്നെയല്ല, അവരിൽ പലരും അവരുടെ വസ്തുവകകൾ വിറ്റ് അങ്ങനെ തന്നെ കൊണ്ട്, അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൽ അതിന്റെ 32 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. താഴോട്ട് വായിക്കുമ്പോൾ, മുട്ടുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവർ ഒക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കും. പിന്നെ ഓരോരുത്തരും അവനവന്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. വളരെ മാതൃകാപരമായി ഇടപെടുന്ന ഒരു സഭയാണ് യെരുശലേം സഭ എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അന്ത്യോക്യയിൽ സഭയുണ്ടായി കഴിഞ്ഞപ്പോൾ യെരുശലേം സഭയുടെ ഇതേ മാതൃക അവരെ പിന്തുടരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ക്ഷാമമുണ്ടാകും എന്ന് അഗാബോസ് പ്രവചിച്ചു. ക്ഷാമമുണ്ടായപ്പോൾ, ക്ലൗദ്യോസിന്റെ കാലത്ത് ക്ഷാമമുണ്ടായപ്പോൾ, യെരുശലേമിലെ സഭ അവരുടെ ഇടയിലുള്ള പണമൊക്കെ അവർ ഉപയോഗിച്ചവരാണ്. എന്നാൽ അവർക്ക് വളരെ പ്രതിസന്ധി നേരിട്ട സമയത്ത് യെരുശലേമിലെ സഭയുടെ ഉദവിക്കായി, ചാരിറ്റി അല്ലെങ്കിൽ റിലീഫിനായിട്ട് യെരുശലേമിലേക്ക് ബർന്നബാസിനെയും ശൗലിനെയും കൂട്ടി പറഞ്ഞു വിടുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് അവര്, നമ്മൾ അപ്പോസ്തലപ്രവൃത്തി തന്നെ 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, അങ്ങനെ ആ സ്ഥലത്ത് അവർ പോയി ആ ശുശ്രൂഷ, അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ, ബർന്നബാസും ശൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം, ശുശ്രൂഷ എന്നോട് ഉദ്ദേശിക്കുന്നത്
അവർ ഈ പണം കൊണ്ടുപോയി കൊടുത്ത കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് കൊടുത്തതിന് ശേഷം മർക്കോസ് എന്ന പേരുള്ള യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് യെരുശലേം വിട്ട് മടങ്ങിപ്പോന്നു. അപ്പോൾ ഇപ്പോൾ അന്ത്യോക്യയിലേക്ക് വന്നു. അപ്പോൾ ഇപ്പോൾ ബർന്നബാസ് അവിടെ ഉണ്ട്, ശൗൽ അവിടെ ഉണ്ട്. അതുകൂടാതെ ഇപ്പോൾ മർക്കോസും അവിടെ അവരുടെ കൂടെ വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അന്ത്യോക്യ സഭയുടെ മാതൃക, എങ്ങനെയുള്ള മാതൃക അവർ പിന്തുടർന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ 13-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ അന്ത്യോക്യ സഭയിലെ ആളുകളുടെ പേര് പറയുമ്പോൾ, പ്രത്യേകിച്ച് അവിടുത്തെ ശുശ്രൂഷകര് അല്ലെങ്കിൽ ഉപദേഷ്ടാക്കന്മാര്, പ്രവാചകന്മാര്, അവരൊക്കെ ആരായിരുന്നു ചോദിച്ചാൽ അപ്പോസ്തല പ്രവൃത്തി 13:1 അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്ന പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹേരോദാവോടുകൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. നോക്കുക, അവിടെ ആ സമൂഹത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലുള്ള, വിവിധ നിലകളിലുള്ള എല്ലാവരും ഈ ശുശ്രൂഷകളിൽ പങ്കാളികളായിരുന്നു. അവർ ഒരുമിച്ചായിരുന്നു. അവിടെ വലിയവനും ചെറിയവനും ഒന്നും ഇല്ലായിരുന്നു. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസും സാമ്പത്തികമായി നല്ല കഴിവൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ ബർന്നബാസ് ആദ്യം തന്നെ എന്ത് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? തനിക്കുള്ള സ്വത്തെല്ലാം കൊണ്ടുപോയി വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ച് യെരുശലേമിന്റെ സഭയിൽ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബർന്നബാസ് ഒരു ധനികനല്ല. നീഗർ എന്ന പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹേരോദാവോട് കൂടെ വളർന്ന മനായേൽ. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് മനായേൽ ദ ഫസ്റ്റ് ബ്രദർ ഓഫ് ഹേരോദ് ദ ടെട്രാക് എന്നാണ്. ഹേരോദാവിന്റെ കൂടെ വളർന്ന, അപ്പൊ രാജകൊട്ടാരത്തിൽ വളർന്ന മനായേൽ. അപ്പൊ രാജകൊട്ടാരത്തിൽ വളർന്ന ശൗൽ, രാജകൊട്ടാരത്തിൽ വളർന്നവരും സാമ്പത്തികമായി താഴ്ചയുള്ളവരും ഉയർന്നവരും സമൂഹത്തിൽ ഉന്നതന്മാരും എല്ലാം അവിടെ യാതൊരു വ്യത്യാസവും ഇല്ലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത് അന്ത്യോക്യയിലെ സഭ ഒരു മാതൃകാ സഭയാണെന്ന് പറയാൻ കാര്യം. ഒരു മാതൃകാ സഭയിൽ, അന്ത്യോക്യയിലെ സഭയിലെ വിശ്വാസികൾ അവരുടെ പദവികളോ പണമോ അവരുടെ കുടുംബശ്രേഷ്ഠതയോ അല്ലെങ്കിൽ അവരുടെ പശ്ചാത്തലമോ ഒന്നും വെച്ച് ഒരു മാതൃകാ സഭയിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവരെ ബാധിക്കുകയുമില്ല. അതിൻ്റെ പേരിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഒരിക്കലും ഉണ്ടാകത്തില്ല. ഹേരോദാവിനോട് കൂടെ, ഭരണാധികാരിയായ ഹേരോദാവിനോട് കൂടെ വളർന്ന മനായേൽ ഒരിക്കലും അവിടെ വലിയ ആള് കളിച്ചില്ല. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭകളിൽ പോലും അവരുടെ പശ്ചാത്തലം വെച്ച് അവരെ വലിയവരും ചെറിയവരുമായിട്ടൊക്കെ കണക്കാക്കുന്ന അനേക സ്ഥലങ്ങളുണ്ട്, സഭകളുണ്ട്. അതിനെ ഒരു മാതൃകാ സഭയായിട്ട് നമുക്ക് എണ്ണുവാൻ കഴിയുകയില്ല. ഇവിടെ അന്ത്യോക്യ സഭയുടെ പ്രത്യേകത, ആ സഭയിൽ എല്ലാവരും ഒരുപോലായിരുന്നു. സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ളവരെല്ലാം സാമ്പത്തികമായും രാഷ്ട്രീയമായും ഒക്കെ വലിയ പിടിപാടൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സഭയിൽ വലിയവരുമില്ല, ചെറിയവരുമില്ല. ഇതാണ് അന്ത്യോക്യ സഭയുടെ മാതൃകയുടെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. ഒന്ന്, അവര് നമ്മൾ കണ്ടല്ലോ, അവര് എല്ലാവരും യാതൊരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ലായിരുന്നു. അവര് സാധാരണക്കാരായ ആളുകളെ സഹായിക്കുന്നവരായിരുന്നു. അങ്ങനെ പല മാതൃകകൾ നമ്മളിവിടെ കാണുന്നുണ്ട്. അടുത്ത ഒരു കാര്യം നമ്മളിവിടെ കാണുന്നത്, ഈ ആളുകൾ, അതായത് ബർന്നബാസ്, നീഗർ എന്ന പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹേരോദാവോട് വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും. അപ്പൊ സഭയില്, അന്ത്യോക്യ സഭയിൽ പ്രവാചകന്മാരും ഉണ്ടായിരുന്നു, ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. സഭയിൽ രണ്ടു കൂട്ടരും വേണം, പ്രോഫറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ്. പ്രോഫറ്റ്സ് വേണം, ടീച്ചേഴ്സ് വേണം. പ്രോഫറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് എന്തെങ്കിലുമൊക്കെ ഭാവി പ്രവചിക്കുന്നവർ എന്ന ഒരു
നിലയിലാണ്. പക്ഷെ ഭാവി പ്രവചിക്കുന്ന പറയുന്ന നിലയിൽ മാത്രമല്ല പ്രോഫറ്റ്സിനെ നമ്മൾ കാണേണ്ടത്. പ്രോഫറ്റ്സ് എന്ന് നമ്മൾ പറയുന്ന ആളുകൾ ദൈവസഭയിൽ ശരിക്കും ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് പ്രബോധിപ്പിക്കുന്ന ആളുകളെയാണ് പ്രോഫറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ദൈവസഭയിൽ ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് പ്രവചിക്കുന്ന അഥവാ പ്രസംഗിക്കുന്ന പ്രബോധിപ്പിക്കുന്ന പ്രസംഗകർ വേണം, പ്രോഫറ്റ്സ് വേണം. എന്നാൽ അതേസമയം ടീച്ചേഴ്സും വേണം, ഉപദേഷ്ടാക്കന്മാരും വേണം. പ്രബോധനങ്ങൾ വേണം, എന്നാൽ അതേസമയം ഡോക്ട്രിൻസ് പഠിപ്പിക്കുകയും വേണം. ഇത് രണ്ടും ഒരു മാതൃകാ സഭയിൽ ഉണ്ടായിരിക്കണം. ചില സഭകളുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ടീച്ചിങ് ഇല്ല. ആഫ്രിക്കയിലൊക്കെ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. ഉപദേഷ്ടാക്കന്മാരില്ല, ടീച്ചിങ് ഇല്ല. ആഫ്രിക്കയിൽ മാത്രമല്ല, ഇന്ന് കേരളത്തിൽ ഉൾപ്പെടെയുള്ള സഭകളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ്ങിന്റെ അഭാവം ഇവിടുത്തെ എസ്റ്റാബ്ലിഷ് ചർച്ചസിലൊക്കെ ഒത്തിരി കൂടുതലാണ്. പിന്നെയും സ്വതന്ത്രമായി നിൽക്കുന്ന ചില സഭകളിലേ ഉള്ളൂ ടീച്ചിങ്. ബാക്കിയുള്ള പല സഭകളിലും ടീച്ചിങ് ഇല്ല. അവിടെയെല്ലാം ഈ ആത്മാവിന്റെ പേര് പറഞ്ഞുള്ള കുറേയേറെ ബഹളങ്ങൾ നടക്കുന്ന സഭകൾ ഒത്തിരിയുണ്ട്. ആഫ്രിക്കയിൽ അതാണ്, പാട്ട് മാത്രമേ ഉള്ളൂ. ഏത് സഭ ചെന്നാലും എപ്പോഴും അവര് 3 മണിക്കൂർ സഭായം ഉണ്ടെങ്കിൽ 2.5 മണിക്കൂറിൽ കൂടുതലും പാട്ടാ. ബാക്കിയുള്ള 15 മിനിറ്റ് സ്വോത്രകാഴ്ച, അന്നേരവും പാട്ടാ. അത് കഴിഞ്ഞ് 15 മിനിറ്റ് അനൗൺസ്മെന്റ്. അതിനിടയ്ക്ക് പിന്നെ ബൈബിൾ വായിക്കാനോ പറയാനോ പഠിപ്പിക്കാനോ ഒന്നും അങ്ങനെ ഒരു പരിപാടിയൊന്നും ഇല്ല എന്ന് തന്നെയല്ല, അങ്ങനെ ഒരു പരിപാടിയും ഇല്ല. മിക്കവരും ബൈബിൾ കൊണ്ടുവരത്ത് പോലും ഇല്ല. അതൊക്കെ അവിടെ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ബൈബിൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ബൈബിളിൽ നിന്ന് ആരും അവിടെ പ്രസംഗിക്കുന്നില്ല. അപ്പൊ ടീച്ചിങ് ഇല്ലാത്ത ഒത്തിരി സഭകളുണ്ട് ഇതുപോലുള്ള പാട്ടും മറ്റുള്ള കാര്യങ്ങൾ. എന്നാൽ ചില സഭകളിൽ പ്രബോധനങ്ങളുണ്ട്, പക്ഷെ ടീച്ചിങ് ഇല്ല. പക്ഷെ പ്രബോധനങ്ങൾ വേണം. ടീച്ചിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉപദേശപരമായ വിഷയങ്ങൾ, അത് ഡോക്ട്രിൻസ് പഠിപ്പിക്കുന്നതായ സഭകളിൽ ഡോക്ട്രിൻസ് പഠിപ്പിക്കണം. എന്താണ് അതിന്റെ ഡിഫറൻസ് എന്നുള്ളത് ഞാനൊന്ന് വിശദമാക്കാൻ പരിശ്രമിക്കാം. ഒന്ന്, ഡോക്ട്രിൻസ് എപ്പോഴും വേദപുസ്തകത്തിൽ നിന്ന് ഉള്ള ഉപദേശങ്ങളാണ് നമ്മൾ പറയുന്നത്. ആ ഡോക്ട്രിൻസ് ഉപദേശങ്ങൾ പറയുമ്പോൾ അത് നമ്മളുടെ ബുദ്ധിയിൽ അത് കയറും. അതിനെ ബുദ്ധിപരമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബുദ്ധി ഉപയോഗിക്കുന്നത് മുഴുവൻ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. പൗലോസ് പോലും പറയുന്നുണ്ട്, ഞാൻ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. ബുദ്ധി കൊണ്ട് പാടും, ആത്മാവ് കൊണ്ടും പാടും. അപ്പോൾ ബുദ്ധിപരമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, ഒരു ഉപദേശ വിഷയത്തെക്കുറിച്ച് ഞാൻ എഴുതി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പണ്ടൊരു പുസ്തകം എഴുതിയിരുന്നു. അത് ഹിന്ദിയിലൊക്കെ ഉണ്ട്, ഹിന്ദിയിലൊക്കെ അവർക്ക് വേണ്ടിയാണ്. ബാപ്റ്റിസത്തെക്കുറിച്ചാണ്, സ്നാനത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം എഴുതി. അത് ഡോക്ട്രിൻസ് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. ഡോക്ട്രിൻസ് പഠിപ്പിക്കുന്ന ഒരു പുസ്തകം എഴുതുമ്പോൾ ആർക്കും അത് ചോദ്യം ചെയ്യാൻ പറ്റും. അത് ചോദ്യം ചെയ്യാം. ബ്രദർ, വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ബ്രദർ പറഞ്ഞതുപോലെ അല്ല എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യാനായിട്ട് പറ്റും. അന്നേരം ഞാൻ പറയത്തില്ല അത് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നതാ, അത് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. അങ്ങനെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ ദൈവം എന്തെങ്കിലും കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്താൽ അത് സഭയിൽ പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല. അതാണ് പ്രോഫസി എന്ന് പറയുന്നത്. ദൈവം വെളിപ്പെടുത്തുന്നതായ കാര്യങ്ങൾ പറയുന്നതാണ്. പക്ഷെ ഡോക്ട്രിൻസ് ആണെങ്കിൽ അതിന് ഇന്റലക്ച്വലി ചോദ്യം ചെയ്യുവാൻ നമുക്ക് പറ്റും. അപ്പൊ ദൈവസഭയിൽ ഡോക്ട്രിൻസ് വേണം, അതേസമയം ദൈവത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ജനങ്ങളുടെ ആത്മാവിൽ ഇടപെടുന്നതായ പ്രബോധനങ്ങൾ അനിവാര്യമാണ്. ഇത് ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. അപ്പോസ്തലർ അന്ത്യോക്യയിലെ സഭയിൽ ഇത് ബാലൻസ്ഡ് ആയിട്ട് പോയി, രണ്ടും ഒരുപോലെ പോയി.
നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം, പല ട്രഡീഷണൽ ചർച്ചസിലും ഇന്ന് ഡോക്ടറിൻസ് ഒന്നും അങ്ങനെ പഠിപ്പിക്കുന്നൊന്നുമില്ല, കുറേ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ പല പ്രാദേശിക സഭകളിലും ഉണ്ടാകുന്ന സ്വതന്ത്ര സഭകളിൽ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള സഭകളിലൊക്കെ ചിലപ്പം പറ്റിപ്പോകാനുള്ള ഒരു അപകടം എന്ന് പറയുന്നത്, നമ്മൾ ദോഹ ചർച്ചിന്റെ കാര്യം മാത്രമല്ല അല്ലെങ്കിൽ പറയുന്നത്, പക്ഷെ അവിടെ ഉൾപ്പെടെ എല്ലായിടത്തും ഉള്ള അപകടം എന്ന് പറയുന്നത്, ചിലപ്പോൾ നമ്മൾ ഈ ഡോക്ട്രിൻസ് മാത്രം പഠിച്ചു പോകും. ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് പ്രബോധനങ്ങളില്ലാതെ പോകും. ഈ പ്രബോധനങ്ങൾ എപ്പോഴും നമ്മുടെ സ്പിരിറ്റിനോടാണ് സംസാരിക്കുന്നത്, നമ്മുടെ ഇന്റലിജൻസിനോടല്ല സംസാരിക്കുന്നത്, നമ്മുടെ സ്പിരിറ്റിനോടാണ് പ്രബോധനം സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ ഉണർച്ച ഉണ്ടാകും, അപ്പൊ നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം ഉണ്ടാകും, വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും, ആശ്വാസം ഉണ്ടാകും, നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം ഉണ്ടാകും, ആ ദൈവാത്മാവിനോട് നമുക്കൊരു സംസർഗം ഉണ്ടാകും. അത് പ്രബോധനത്തിന്റെ അനന്തരഫലമാണ്. അപ്പൊ അതും വേണം. അതേസമയം ഡോക്ട്രിൻസ് പഠിക്കാതിരിക്കരുത്, വളരെ അത്യാവശ്യമാണ്. ബാലൻസ്ഡ് ആയിട്ട് പോകണം. അന്ത്യോക്യയിലെ സഭ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മാതൃകാ സഭയായിരുന്നു എന്ന് നമ്മൾ പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, അവിടെ ഉപദേശവും ഉണ്ടായിരുന്നു, അതേസമയം പ്രബോധനങ്ങളും പ്രവചനവും ഉണ്ടായിരുന്നു, പ്രവാചകന്മാരും ഉണ്ടായിരുന്നു, ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. നമ്മുടെ സഭകളിലൊക്കെ പ്രോഫറ്റ്സ് വേണം. ഞാൻ പറഞ്ഞല്ലേ, പ്രോഫസി എന്ന് പറയുന്നത് 2025 1 മാസത്തിൽ നിനക്ക് വലിയ നന്മ വരുന്നു, അതെന്താ, അങ്ങനത്തെ പ്രവചനം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആത്മാവിനെ പ്രബോധിപ്പിക്കുന്ന, നമ്മുടെ ആത്മാവിനെ രൂപാന്തരപ്പെടുത്തുന്ന, ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് പറയുന്ന പ്രബോധനങ്ങൾ ആവശ്യമുണ്ട്, അതേസമയം ഉപദേശങ്ങളും ആവശ്യമുണ്ട്. ഇത് രണ്ടും ഉണ്ടായിരുന്ന ഒരു സഭയായിരുന്നു അന്ത്യോക്യയിലെ സഭ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തത്, അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവരുടെ അതോടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിർത്താം. അവിടെ നമ്മൾ കാണുന്നത്, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് പിന്നീട് പറയാം. ഇവിടെ പറയുന്ന ഒരു കാര്യം, ആ സഭയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നെന്നാണ്. ഒന്ന്, അവിടെ ആരാധന ഉണ്ടായിരുന്നു. 2, അവിടെ ഉപവസിച്ചു കൊണ്ടിരുന്നു. 3-ാമത്തെ വാക്യത്തിൽ അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ മാതൃകാ സഭയിൽ അതൊരു പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു, ആരാധിക്കുന്ന സഭയായിരുന്നു, അതുപോലെ ഉപവസിക്കുന്ന സഭയായിരുന്നു. ഇതവരുടെ റുട്ടീനായിരുന്നു. അവരുടെ റുട്ടീനായിരുന്നു സ്ഥിരമായിട്ട്. അത് അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ അവർ ഉപവസിക്കുന്നവരാണ്, സഭയായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്, സഭയായിട്ട് ആരാധിക്കുന്നവരാണ്. പ്രയർ, വർഷിപ്പ് ആൻഡ് ഫാസ്റ്റിംഗ്, ദ റുട്ടീൻ ഓഫ് ആന്റിയോക്കൻ ചർച്ച്. പ്രാർത്ഥന, ആരാധന, ഉപവാസം. ഈ മാതൃകാ സഭയിൽ, ഒരു മാതൃകാ സഭയിൽ, ഞാൻ കുറച്ചുകൂടെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പിന്നീട് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം പഠിക്കാം. ഇവിടെ പ്രാർത്ഥന എന്ന് പറയുന്നത് വെറുതെ ഉള്ള ഒരു പെരിഫറലായിട്ടുള്ള ഒരു ബാബിളിൻ അല്ല ഞാൻ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ദൈവമായിട്ടുള്ള ഡീപ്പ് റിലേഷനിൽ നിന്നുണ്ടാകുന്ന ആ സംസാരം, ദൈവവുമായിട്ടുള്ള സംസാരം എന്ന് തന്നെയല്ല, അവരോട് ദൈവാത്മാവ് സംസാരിച്ചെന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പഠിക്കാം. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മുടെ സഭ ഒരു മാതൃകാ സഭയാണെങ്കിൽ അവിടെ പ്രാർത്ഥന ഉണ്ടായിരിക്കും, അവിടെ ആരാധന ഉണ്ടായിരിക്കും, അവിടെ ഉപവാസം ഉണ്ടായിരിക്കും. എന്ന് തന്നെയല്ല, അവരോട് ദൈവം സംസാരിക്കുന്ന ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുന്ന സഭയായിരിക്കും. ആ സഭയിൽ ഇൻസ്പയർഡ് സ്പീച്ച് ഉണ്ട്, അതേസമയം ഡോക്ട്രിൻസ് ടീച്ച് ചെയ്യുന്നുണ്ട്. ഈ മാതൃകാ സഭയുടെ പ്രത്യേകതയാണ്. നമ്മുടെ സഭകളിലും നമ്മൾ ഇൻസ്പയർഡ് സ്പീച്ച് ആവശ്യമാണ്. നമ്മുടെ സഭയിൽ വന്നിരിക്കുന്നവർക്കൊക്കെ
ആത്മീയമായ ഉത്തേജനം ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഡോക്ട്രിൻസ് പഠിപ്പിക്കണം. പക്ഷെ ഡോക്ട്രിൻസ് പഠിപ്പിച്ച് നമ്മൾ തലയിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് പോകരുത്. തലയിൽ വർക്ക് ചെയ്യണം, തല തീർച്ചയായിട്ടും വേണം, തല ദൈവം തന്നതാ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ ഡോക്ട്രിൻസ് മാത്രം പഠിപ്പിച്ച് പോകുന്നതിന് പോരാ, പകരം ഇൻസ്പയർഡ് സ്പീച്ച് ഉണ്ടെങ്കിലേ ആത്മാവിൽ നമുക്ക് ആ ദൈവികതയിലേക്ക് മുന്നേറുവാനായിട്ട് കഴിയത്തുള്ളൂ, ആ ദൈവബന്ധത്തിൽ മുന്നേറുവാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഉപദേശങ്ങൾ തലയ്ക്ക് പിടിച്ചവരായിട്ട് മാത്രം ഇരിക്കും. ഇത് രണ്ടും ഉണ്ടാകരുത്, രണ്ടുമായി പോകരുത്. ബാലൻസ്ഡ് ആയിട്ട് പോകണം. മാതൃകാ സഭയിൽ ഇത് ബാലൻസ്ഡ് ആയിരിക്കും. മാതൃകാ സഭയിൽ പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, ഉപവാസമുണ്ട്, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കേൾക്കുന്ന അവസ്ഥയുണ്ട്. ഞാൻ എൻ്റെ വാക്കുകളെ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പിന്നീട് ഇതിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടെ വിശദമായിട്ട് ഇനിയും പല കാര്യങ്ങൾ അന്ത്യോക്യ സഭയുമായി ബന്ധപ്പെട്ട് ഈ ഡിസിപ്ലിൻസ് തന്നെ നമുക്ക് അതായത് പ്രാർത്ഥന, ആരാധന, ഉപവാസം, ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ഇതിനെക്കുറിച്ചൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ടി നമുക്ക് പിന്നീട് ഒരിക്കൽ സമയം ചെലവഴിക്കാം. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.